കേരളത്തിലെ ജനകോടികൾ ഒന്നടങ്കം ചേർന്ന് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ഒരു ബാനർ കൊടുത്തിരിക്കുകയാണ്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന്. അത് കേരളം ഉറപ്പിച്ചൊരു കാര്യമാണ്. അതായത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. സ്വർണം മോഷ്ടിച്ചവർ ഓരോരുത്തരുമായി ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നതോടെ ജനങ്ങൾ ഇളകുകയാണ്. അങ്ങനെ ജനങ്ങൾ ഇളകുമ്പോൾ അവരുടെ പ്രതിനിധികളായി സഭയിലെത്തിയ പ്രതിപക്ഷ MLA-മാർക്ക് നോക്കിയിരിക്കാനാവില്ല. SIT എന്ന പിണറായി വിജയൻ്റെ പോലീസുകാർ നേതൃത്വം നൽകുന്ന തീർത്തും ഒരു രാഷ്ട്രീയ പ്രേരിത അന്വേഷണ ഏജൻസി അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച മോഷ്ടാക്കളെയെല്ലാം രക്ഷിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളും പ്രതിപക്ഷവും ഇളകിയിരിക്കുകയാണ്. അതോടെ സർക്കാരിൻ്റെ സമനില തന്നെ തെറ്റി. ആ സമനില തെറ്റിയ സർക്കാരും മന്ത്രിമാരും പറയുന്നതും പറഞ്ഞു കൂട്ടുന്നതും കേട്ടാൽ തന്നെ ചിരിച്ചു പോകും. CPM-ൻ്റെ സംസ്ഥാന നേതാക്കൾ മുതൽ താഴോട്ട് ബ്രാഞ്ച് നേതാക്കൾ വരെ സ്വർണം കട്ട് അകത്ത് കിടക്കുകയാണ്. അപ്പോഴും കോൺഗ്രസ്സുകാരാണ് ഈ കള്ളന്മാർ എന്ന് സഭയിൽ വിളിച്ചു പറയുന്നൊരു മാനസികാവസ്ഥ കാണുമ്പോൾ ഇവർ മന്ത്രിമാരാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോകും. അത് ഒരു സമനില തെറ്റിയവൻ്റെ വെപ്രാളമായി കേരളം വിലയിരുത്തിക്കഴിഞ്ഞു. ഏതു മതമായാലും ആരാധനാലയത്തിൻ്റെ വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം തന്നെ പറയുന്നത് അതാണ്. ചരിത്രം പരിശോധിച്ചാൽ എല്ലാം അറിയാം. അങ്ങനെയുള്ളവർക്ക് ആദ്യം മാനസിക നില തെറ്റുകയാണ് പതിവ്. അതുകൊണ്ട് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ അവസ്ഥ കാണുമ്പോൾ ആരും അത്ഭുതപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നൊരു പക്ഷേ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നത് കള്ളന്മാരുടെ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അങ്ങനെ പോറ്റി തന്നെ പുറത്തിറങ്ങുമ്പോൾ അത് നിയമ സംവിധാനത്തിൻ്റെ മാത്രം പരാജയമല്ല, അത് പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ പോലീസ് സംവിധാനം ചേർന്ന് കള്ളന്മാരെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. സ്വർണം മോഷ്ടിച്ചതും പോരാ, അത് പുറത്തു പറയുമ്പോൾ കലിയിളകുകയും ചെയ്യുന്ന ഭരണപക്ഷത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തീരുമാനിച്ച പ്രതിപക്ഷത്തിന് സമൂഹത്തിൽ നിന്നും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ അതിരാവിലെ തന്നെ UDF MLA-മാർ കേരളത്തിലെ ജനകോടികളുടെ പിന്തുണയും തേടി ധർമ്മസമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. കള്ളന്മാർ ഓരോന്നും പുറത്തിറങ്ങി പോകാൻ തുടങ്ങിയതോടെ പ്രതിഷേധിക്കലല്ലാതെ പ്രതിപക്ഷത്തിന് വേറെ മാർഗമില്ല. കടകംപള്ളി സുരേന്ദ്രനാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് പല ഇടങ്ങളിൽ നിന്നും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ SIT-യുടെ തീവ്രശ്രമം എന്നാണ് അറിയുന്നത്. 100% സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടുവെന്ന് തെളിവുകളുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉറ്റചങ്ങാതിയായ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്താൽ അതോടെ CPM തീരും എന്നുറപ്പാണ്. അതുകൊണ്ടാണ് കടകംപള്ളിയെ തൊടാൻ പേടിക്കുന്നത്. എന്നാൽ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന പ്ലക്കാർഡും പിടിച്ചാണ് ഇന്ന് UDF-ൻ്റെ MLA-മാർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് മോഷ്ടാക്കളെ രക്ഷിക്കുന്ന സർക്കാരിൻ്റെ ശ്രമം ഒരിക്കലും സമ്മതിക്കരുത് എന്ന് കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ടതോടെ പ്രതിപക്ഷം ധർമ്മസമരവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. സർക്കാരിനെ പൂട്ടാൻ തന്നെയാണ് തീരുമാനം. ആ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒപ്പം തന്നെ ഭരണപക്ഷത്തിൻ്റെ ഓരോ തട്ടിപ്പുകളും അക്കമിട്ട് നിരത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. പോലീസ് ഭരണം
അല്ല, സമരം സഭയ്ക്കകത്തും പുറത്തും നടക്കുകയാണ്. ഞങ്ങൾ പല ദിവസമായി സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യുകയാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. അപ്പോൾ ആ പ്രതികൾ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്, സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രതികളാണ്. സർക്കാർ തന്നെ തകർന്നു വീഴും എന്നുള്ള സ്ഥിതിയിലേക്ക് ആ പ്രതികൾക്ക് നേരെയുള്ള അന്വേഷണം കടന്നുപോയാൽ പോകും. ആ തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഞാൻ വീണ്ടും ആവർത്തിച്ച്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും, ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത്. ഒരു അന്വേഷണവും ഒരു തരത്തിലും നടക്കുന്നില്ല. കാരണം തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല, തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞെട്ടിച്ച, കേരളത്തിന് അപമാനകരമായ ഈ ഒരു സംഭവത്തിൽ ആരോരുമില്ലാതെ, ഒരു അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുക. പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മന്ത്രിമാരെ ആരോപിച്ചത്. എനിക്ക് മാത്രം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കി, പ്രതിപക്ഷത്തെ അംഗങ്ങൾക്ക് സംസാരിക്കാൻ ഉണ്ടാക്കിയില്ലെന്ന്. ഞങ്ങളെ UDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ സമരം. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ ഐക്യവും ടീം UDF-നെയും കണ്ട് അസൂയ പൂണ്ടിട്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. മാത്രമല്ല, മന്ത്രിമാര് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും, നിലവാരം കുറഞ്ഞ പ്രയോഗങ്ങളാണ് നടത്തിയത്. ഞാനൊരു മന്ത്രിയുടെ വകുപ്പ് പറഞ്ഞപ്പോൾ എനിക്കൊരു സ്ലിപ്പ് ഉണ്ടായി. അതിന് എന്റെ സമനില തെറ്റിയെന്നും എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞു. കേരളത്തിൽ ഇതുവരെ ഒരു മന്ത്രിമാരും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ MLA-മാരെയോ ഇതുപോലെ അധിക്ഷേപിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. എന്നിട്ട് സ്പീക്കർ അവർക്ക് എല്ലാ അവസരം കൊടുക്കുകയാണ്. അവർ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ അതിന്റെ റെക്കോർഡ്, അസംബ്ലിയിൽ നിന്ന് തരുന്ന റെക്കോർഡ് നോക്കിയാൽ മതി. ഞാൻ പോലും സംസാരിക്കുമ്പോൾ നിരവധി പ്രാവശ്യം ഇടപെടുന്ന സ്പീക്കർ, മന്ത്രിമാര് തുടർച്ചയായി 5 മന്ത്രിമാർക്ക് ഇന്നലെ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ എന്നെ അധിക്ഷേപിക്കാൻ, പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ക്വസ്റ്റ്യൻ അവറിൽ അവസരം കൊടുക്കാൻ. ചോദ്യോത്തര വേളയ്ക്ക് 0 അവറിലല്ല, ക്വസ്റ്റ്യൻ അവറിൽ ചോദ്യോത്തരവേളയിൽ ചോദ്യോത്തരം മാത്രമേ ഉള്ളൂ, ഉത്തരം പറയുമ്പോൾ പോലും അല്ല മന്ത്രിമാർ. അവർക്ക് മൈക്ക് കൊടുത്തിട്ട് അവര് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ഒരു കാലത്തും ഈ നിയമസഭാ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, ഭ്രാന്താണെന്ന് പറയുക, സമനില തെറ്റിയെന്ന് പറയുക. ഞങ്ങൾ എത്രയോ പ്രതിപക്ഷ നേതാക്കളും ഞങ്ങൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. വളരെ മോശമായി ശ്രീ VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഭ ഒരിക്കലും സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ സ്പീക്കർ പറഞ്ഞ അത്രയും സംഘർഷം നിയമസഭയിൽ ഉണ്ടായില്ല എന്ന് പറയുന്നത്. 2 മെമ്പർമാർ ചാടിക്കയറി ഡേസിലേക്ക്. അത് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങിയതിലാണ്. ഒരിക്കലും പിടിച്ചു വാങ്ങിയിട്ടില്ല ഇവിടെ ഇതിനു മുമ്പ്. വാച്ച് ആൻഡ് വാർഡിനോട് എന്നിട്ട് സ്പീക്കർ തന്നെ വിലക്കിയാണ് നിങ്ങൾ ചെയ്യുന്നത് അധികമാണെന്നുള്ള മട്ടിൽ സ്പീക്കർ വിലക്കിയിട്ട് പോലും ഈ വാച്ച് ആൻഡ് വാർഡ് ഇത് പിടിച്ചു വാങ്ങിക്കുകയാണ്. പ്രകോപനം ഉണ്ടാക്കിയത് വാച്ച് ആൻഡ് വാർഡാണ്. ആദ്യം സ്പീക്കർ നിർദ്ദേശിച്ചു, പിന്നെ സ്പീക്കർ പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവരിപ്പോ ഞങ്ങൾ സമാധാനപരമായിട്ടല്ലേ സമരം നടത്തി. 5 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ എന്ത് അക്രമമാണ് നിയമസഭയിൽ കാണിച്ചിട്ടുള്ളത്? ആ അക്രമം കാണിച്ച ആളുകളെ അവിടെ ഇരുത്തിയിട്ട് തൊട്ടുപുറയിൽ ഇരിക്കുകയാണ്. ഈ പറയുന്നവരുടെ തൊട്ടുപുറയിൽ ഈ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് അവർ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ?